ഹലോ, ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറേ മുന്നേ തന്നെ എൻ്റെ ഫോണിൽ ഉണ്ടായ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞത്, ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ ഇത് നമ്മുടെ കണ്ണമ്മോൻ്റെ പിറന്നാളിന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അന്ന് ഗുരുവായൂർ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിന്ന് കുറേ വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ കൂടി തട്ടിക്കൂട്ടി ഇടാമെന്ന് കരുതിട്ടോ. അന്ന് കഷ്ടപ്പെട്ട് എടുത്തതാണല്ലോ നമ്മൾ. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും അമ്പലത്തിലേക്ക് എത്തിട്ടോ. പിന്നെ തലേന്നേ നമ്മൾ പോന്നിരുന്നു. അവിടെ അടുത്ത് തന്നെ റൂം എടുത്തതാണ്. ഒരു 2000 സംതിങ് ഉള്ള റേറ്റിനാണ് നമ്മൾ റൂം എടുത്തത്. ഞങ്ങളൊരു 6-7 ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഒരു 6-7 ബെഡും ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വേർത്തായിട്ടുള്ള റൂമായിരുന്നു. ഞാനതിൻ്റെ വീഡിയോസും സ്ഥലമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിരുന്നു. പക്ഷേ ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയിട്ടോ. പിന്നെ കണ്ണനെ ജുബ്ബിയും മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത്. പിന്നെ അവിടെ നമ്മൾക്ക് മോന് ചോറൂണുണ്ടായിരുന്നു. അവന് നമ്മൾ ആദ്യമായിട്ട് ചോറ് കൊടുക്കുക ഗുരുവായൂരിൽ നിന്നായിരുന്നിരുന്നു. പക്ഷെ അന്ന് നമുക്ക് പോരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ 2 വയസ്സിലാണ് അവൻ അവിടുന്ന് ചോറ് കൊടുത്തത്. അവന് ആദ്യമായിട്ട് ചോറ് എടുത്തത് നമ്മൾ മിനി ഗുരുവായൂരിൽ നിന്നാണ്, മഞ്ചേരി. ഗുരുവായൂരിൽ നിന്ന് കൊടുക്കാൻ പറ്റാത്തവർക്ക് മിനി ഗുരുവായൂരിൽ നിന്ന് കൊടുക്കാമല്ലോ. പിന്നെ ഇത് അമ്മയുടെ ആഗ്രഹം കൊണ്ട് എടുത്തതാ വീഡിയോ ആണ് കേട്ടോ. അത് അമ്മ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവണ മുന്നേ തന്നെ, ഇപ്പം പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും മുണ്ടുടുപ്പിച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഓടി കളിക്കുന്നൊരു വീഡിയോ എടുക്കണം നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മമ്മിയൂർ വന്നു. അവിടുന്ന് നമ്മൾ ഗുരുവായൂർ വന്നാൽ ഇവിടെ വരണം എന്നൊരു പഴമൊഴി ഉണ്ട്. അങ്ങനെയൊന്നും അല്ലാതൊരു ശിവൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്, നല്ല തണലൊക്കെ ഉള്ളൊരു അമ്പലമാണ്. പിന്നെ മിഥുനേട്ടൻ്റെ അമ്മയ്ക്ക് വരുമ്പോൾ തന്നെ വയ്യാതെയായി, നല്ല തലവേദന. പിന്നെ നമ്മൾ റൂം 2 മണി ആയപ്പോഴേക്കും അവിടുന്ന് റൂമിൽ നിന്ന് നമ്മളെ പെട്ടിയും പാണ്ടൊക്കെ എടുത്ത് പോകുന്നു. അതുവരെ നമുക്ക് ടൈമുള്ളൂ. പിന്നെ നമ്മൾ നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഫുഡ് കഴിച്ചു. വെജിറ്റേറിയനാണ് കഴിച്ചത്. അമ്പലത്തിൽ പോയി വന്നതുകൊണ്ട് നല്ല ചോറും സാമ്പാറും വെറൈറ്റി കറികളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല എരിവുള്ള കറികളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ആന ഉള്ള ആ സ്ഥലത്ത് പോയി, ആനപ്പന്തിയോ അങ്ങനെ ആ സ്ഥലത്ത് പോയി. കാരണം ആന എന്ന് പറഞ്ഞാൽ ജീവനാണ്. പക്ഷെ അവൻ അവിടുന്ന് ഒരു ബാറ്ററി ഉള്ള തോക്ക് വാങ്ങിയതുകൊണ്ട് അത് വീട്ടിലെത്തുന്നവരെ പൊട്ടിച്ച് അതിൻ്റെ ബാറ്ററി അവൻ തീർത്തിട്ടുണ്ട്. ആനേനെയൊന്നും വലിയ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല, ഫുൾ ടൈം ആ തോക്കിലായിരുന്നു. ഗുരുവായൂർ വന്നവരെല്ലാവരും എന്തായാലും ഈ സ്ഥലങ്ങളിലും നമ്മുടെ ചാവക്കാട് ബീച്ചൊക്കെ പോയിരിക്കും. പക്ഷെ ഇത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തപ്പോൾ ഇട്ടു എന്നുള്ളൂ കേട്ടോ. പിന്നെ നല്ല തണലുള്ളൊരു സ്പേസാണ് കേട്ടോ. നമുക്ക് ഇരിക്കാനും നടക്കാനും. ഇവിടെ ഈ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം മിഥുനേട്ടൻ്റെ അമ്മയ്ക്കൊക്കെ വയ്യാത്തതുകൊണ്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്, കിടക്കുകയാണ്. എൻ്റെ അമ്മയും കിടക്കുകയാണ് കേട്ടോ. 2 അമ്മമാരിവിടെ കിടക്കിയിരുന്നു. അവരാരും നടക്കാൻ പോകുന്നില്ല. ഇത് കുറച്ചൊരു നടക്കാനുണ്ട് കേട്ടോ. ഈ റൗണ്ട് മൊത്തം കുറേ നടന്ന് നമുക്ക് ആനേനെയൊക്കെ കാണാം. നല്ല നടക്കാനും നല്ല സുഖമാണ്, കാറ്റും നല്ല തണലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ കുറച്ച് നടന്നു പോയെങ്കുമ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കും, പിന്നെയും നടക്കും. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ ഫുൾ ടൈം തോക്കിലായിരുന്നു വരുന്ന കുട്ടികളെ വെടിവെക്കുക. അവന് തോക്ക് എന്ന് പറഞ്ഞാൽ ഒരു തരം ഭ്രാന്താണ് കേട്ടോ. വീട്ടിൽ തന്നെ ഒരു 6-7-8 തോക്ക് അവനുണ്ട്. പിന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു കുളമുണ്ട്. ഇത് എൻ്റെ അമ്മ കിടക്കുന്നുണ്ട്, ഇപ്പുറത്ത് മിഥുനേട്ടൻ്റെ അമ്മ കിടക്കുന്നുണ്ട്, ഇവിടെ അനിയത്തി ഉണ്ട്. എന്തായാലും നല്ല വിശ്രമിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസാണത്. പിന്നെ ഞങ്ങൾ ചാവക്കാട് ബീച്ചിൽ പോയി. നമ്മൾ ഗുരുവായൂർ വരുമ്പോൾ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണല്ലോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കണ്ണൻ. അവനങ്ങനെ എന്തായിരുന്നു ഇതിലൊന്നും ഇറക്കാറില്ല, വെള്ളത്തിൽ. നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊന്നും ഇറക്കാറില്ല കേട്ടോ. അവിടുത്തെ വെള്ളം നല്ലതല്ല എന്ന് പറഞ്ഞ് മിഥുനേട്ടൻ എന്നേ വരെ കുറേ വട്ടം ബീച്ചിൽ പോയതെങ്കിലും അങ്ങനെ ഇറക്കാറില്ല. എല്ലാ കുട്ടികളും ഇറങ്ങുന്ന കാണുമ്പോഴും ഇവന് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടിപ്പം മിഥുനേട്ടൻ എടുത്തതിനാണ് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് നല്ല വെള്ളാട്ടോ, നിങ്ങൾ കണ്ടാലും അറിയാം. അവിടെ അങ്ങനെ നമ്മളെ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല തിരക്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചു തിരിച്ചു പോന്നു. ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.